ലീഡർ ഓഫ് ഓപ്പോസിഷനായിരിക്കെ ഒരു മെമ്പറുടെ ഒരു സാധാരണ മെമ്പറിൻ്റെ സാമാന്യ മര്യാദകൾ പോലും പാർലമെൻറ്റിൽ പാലിക്കുന്നില്ല എന്നുള്ളതിൽ ഇത് കാണിക്കുന്നത്. അദ്ദേഹം ആരോടും ചോദിക്കാറില്ലാത്തതാണോ അതോ അദ്ദേഹത്തിനെ അഡ്വൈസ് ചെയ്യുന്നവർ റോങ് ആയിട്ട് അഡ്വൈസ് ചെയ്യുന്നതാണോ എന്നുള്ളത് ഒരു ജുഗുത്സാവകമായ സത്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ ഓരോന്നിലും നിലനിൽക്കുകയാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ മാത്രമല്ല സുപ്രീം കോടതിയിൽ എത്ര പ്രാവശ്യം കൊട്ടു വാങ്ങിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊച്ചാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവാണ്. ഇദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലാണ്. കടുംകൈ അല്ലാതെ ചെയ്യില്ല. ഒന്നുകിൽ അവിശ്വാസ പ്രമേയം, അല്ലെങ്കിൽ ഇംപീച്ച്മെൻറ്റ്. അദാനി ഒരു വലിയ കേസിൽ അവിടെ പ്രതിയാണ്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് US വെച്ചിരിക്കുന്ന കരാർ എന്ന് പറയുന്നത് അദാനിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. അദാനി എന്ന് പറയുന്നത് BJPയുടെ പണച്ചാക്കാണ്, പണത്തിൻ്റെ സോഴ്സാണ്. നിങ്ങളുടെ കറൻസി ഉയർത്താനായിട്ട് ഞാൻ സഹായിക്കാം, അതിന് ഇവിടുത്തെ ഡാറ്റയാണ് പ്രധാനമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടർച്ചയായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒപ്പം കേന്ദ്ര സർക്കാരിനുമെതിരെ. ലോക്സഭ വലിയ പ്രക്ഷുബ്ധമായ സന്ദർഭങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. എന്താണ് ഈ വിവാദ പരാമർശങ്ങൾക്കൊക്കെ തന്നെ പിന്നിൽ എന്ന് നമുക്ക് പരിശോധിക്കാം. MM നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട്, ആത്മകഥയുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന പരാമർശങ്ങളൊപ്പം തന്നെ ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പല വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ച് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. വളരെ ശക്തമായാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്, ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കരസേനാ മുൻ മേധാവി മനോജ് മുകുന്ദ് നരവനെയുടെ പുസ്തകം ആത്മകഥയിലാണ് ആദ്യം അദ്ദേഹം ആഞ്ഞടിച്ചത്. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങളുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രകടനങ്ങൾ, ഈ ശക്തമായ ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയെ പ്രതിരോധത്തിലാക്കുകയാണോ, കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കുകയാണോ? അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രിയെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഫലത്തിൽ സംഭവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് ഖേദകരം. ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റി, ഇന്ത്യയുടെ മറ്റ് രാഷ്ട്രങ്ങൾക്ക് മുമ്പിലുള്ള നിലനിൽപ്പ്, മറ്റ് രാഷ്ട്രങ്ങൾ ഇന്ത്യയെ പുച്ഛിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊടുക്കൽ, ഇതൊക്കെയാണ് അദ്ദേഹം പലപ്പോഴായി ചെയ്യുന്നത്. ഇപ്പോൾ അവസാനമായി ചെയ്തിരിക്കുന്നത് ഇതാണ്. ഏത് കാര്യം വന്നാലും ഇന്ത്യ ചൈനയോട് തോറ്റു, ഇന്ത്യ പാകിസ്ഥാനോട് തോറ്റു, ഇന്ത്യ അമേരിക്കയോട് തോറ്റു, ഇന്ത്യ ബംഗ്ലാദേശിനോട് തോറ്റു. ഇങ്ങനെ അദ്ദേഹം ഇന്ത്യ തോൽക്കുന്ന കഥകൾ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ തോൽക്കുന്നത് അദ്ദേഹത്തിന് അഭിമാനമാണോ എന്നെനിക്ക് സംശയം തോന്നുകയാണ്. എനിക്ക് മാത്രമല്ല, പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഞാൻ കേട്ടതാണ്. നോർത്ത് ഇന്ത്യയിലടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ TV ചർച്ചകളിലെല്ലാം പലരും പറഞ്ഞതാണ്. ഇന്ത്യയെ അധിക്ഷേപിക്കുവാനായിട്ട് അദ്ദേഹം സമയം ചെലവഴിക്കുന്നത് പോലെ തോന്നുന്നു. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി ആയിരിക്കാം, BJP ആയിരിക്കാം. പക്ഷേ അത് ചെന്ന് അവസാനിക്കുന്നത് ഇത്തരത്തിലാണ്. ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ കളങ്കപ്പെടുത്തുന്ന വിധത്തിലായി പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ 2 ദിവസത്തെ കാര്യങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ അത് ഏകദേശം മനസ്സിലാവും. അതെ, ഈ ഓപ്പറേഷൻ സിന്ദൂറിലും ഇതേ രീതിയിലാണ് നിരീക്ഷണങ്ങൾ. പാകിസ്ഥാനിലെ എത്ര വിമാനം തകർന്നു എന്നല്ല, ഇന്ത്യയുടെ എത്ര വിമാനം തകർന്നു എന്നുള്ളത് അറിയണം. പാകിസ്ഥാനിലെ എത്ര പട്ടാളക്കാർ മരിച്ചു എന്നല്ല, ഇന്ത്യയുടെ എത്ര പട്ടാളക്കാർ മരിച്ചു എന്നറിയണം. സംഗതി ചോദിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു കമ്പാരിസനായിട്ട് പറയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഇത്ര പേര് മരിച്ചു, നമ്മുടെ എത്ര പേര് മരിച്ചു, അങ്ങനെയാണെങ്കിൽ തിരക്കിടില്ല. അതെല്ലാം അദ്ദേഹത്തിന് ഇന്ത്യയുടെ പരാജയങ്ങൾ, ഇന്ത്യയുടെ തോൽവികൾ, ചൈന എത്ര അടി ഇങ്ങോട്ട് കയറി, ഒരിക്കൽ സുപ്രീം കോടതി അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്തതാണ്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, ചൈന ഇന്ത്യയുടെ ഭൂമി കൈപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തള്ളിക്കളയേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് മാപ്പ് പറയുന്ന പോലെ അദ്ദേഹം ഇനി ആവർത്തിക്കില്ല എന്നുള്ള മട്ടിൽ പോയി. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇന്ന് ഇത് പാർലമെൻറ്റിൽ ഉന്നയിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഗാൽവാൻ ഇഷ്യൂ, അത് ജനറൽ MM നരവനെയുടെ ബുക്കിനകത്ത് ഒരു പരാമർശമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് അതിൻ്റെ പബ്ലിഷറായിട്ടുള്ള പെൻഗ്വിൻ പറയുന്നു. ഇതിനു മുമ്പ് പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളായതിനു ശേഷം പെൻഗ്വിൻ പറഞ്ഞു, ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടില്ല, ഓൺലൈനായോ ഓഫ്ലൈനായോ പോലും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നരവനെയും അതേ രീതിയിൽ അവസാനം അദ്ദേഹം പറഞ്ഞു, പെൻഗ്വിൻ കള്ളം പറയുകയാണ്, നരേന്ദ്രമോദി NIA NDA ഒക്കെ ഉപയോഗിച്ച് NIA ED ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിനെ അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അവർ പേടിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട്
നരവനെ സത്യം പറയുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നരവനെയും പറഞ്ഞ് അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ പബ്ലിഷ് ചെയ്യാത്ത ബുക്കിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. അതെപ്പോൾ സംസാരിക്കുന്നു? ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ സ്പീച്ചിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്ന സമയത്ത്, ബജറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം ഈ വിഷയം ഉന്നയിക്കുകയാണ്. അപ്പോൾ സ്പീക്കർ പറയുകയാണ് സംസാരിക്കാം, അത് വേറെ സന്ദർഭത്തിലാവട്ടെ, ഇപ്പം അങ്ങേക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബജറ്റിനെ കുറിച്ച് സംസാരിക്കുമെന്നാണ് ഇന്നും പറഞ്ഞത്. അപ്പോൾ അത് അദ്ദേഹത്തിന് കേൾവി വരുന്നില്ല. അപ്പോൾ അദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷനായിരിക്കെ ഒരു മെമ്പറുടെ, ഒരു സാധാരണ മെമ്പറിൻ്റെ സാമാന്യ മര്യാദകൾ പോലും പാർലമെൻറ്റിൽ പാലിക്കുന്നില്ല എന്നുള്ളതിൽ ഇത് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ രണ്ടുപേരും ഇവിടെ ഒരു ഡിസ്കഷൻ നടന്നു. ഇന്നലെ നിങ്ങൾ ചർച്ച ചെയ്ത ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ ആങ്കർ എന്നുള്ള നിലയ്ക്ക് ലിയോ തീർച്ചയായിട്ടും എന്നോട് പറയും അത് ഇപ്പോൾ വേണ്ട, അത് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ വേറെ വിഷയമാവട്ടെ എന്ന് പറയും. പിന്നെ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ കട്ട് പറയും അല്ലേ, എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടേ പിന്നെ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ അനുവദിക്കുള്ളൂ. ഇതിനേക്കാൾ വലിയൊരു ബോഡിയല്ലേ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ശ്രീകോവിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഈ പൊളിറ്റിക്കൽ മെച്യൂരിറ്റി രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്ന് ചിലരൊക്കെ ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അത് പറയുന്നുണ്ട്. അവർ ഇടയ്ക്കൊക്കെ ആ അഭിപ്രായത്തിന് ഒരു മാറ്റം വരുത്താനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് തോന്നിച്ചു എങ്കിലും ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിക്ക് പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ഇല്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണെന്നൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത്. അത് സത്യമാണെന്ന് കരുതേണ്ടി വരുമോ? തീർച്ചയായിട്ടും അങ്ങനെ കരുതേണ്ടി വരും. കാരണം അദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്. അദ്ദേഹം ഒരു ന്യൂ മെമ്പറാണ്, ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ആളാണ്. ചിലപ്പം എന്തെങ്കിലും ഗോഗുഹ കാണിച്ചു, നടുക്കളത്തിൽ ഇറങ്ങി, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാലും അതിനൊരു ലിമിറ്റേഷനുണ്ട്. കാരണം അത് ആ മെമ്പറിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. ഇത് ഇന്ത്യയുടെ പ്രതിപക്ഷത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇന്ത്യയുടെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെയും അതിൻ്റെ നേതാക്കളെയും അതിൻ്റെ അംഗങ്ങളെയും അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് പ്രതിപക്ഷ നേതാവ് അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞത്. അതുകൊണ്ടാണ് അവരൊക്കെ വളരെ ഇതിനു മുമ്പ് ഇരുന്ന എല്ലാ പ്രതിപക്ഷ നേതാക്കളും അങ്ങനെയാണ് ചെയ്തിരുന്നത്. അവർക്ക് ആ ഒരു മിനിമം കർട്ടസി ഉണ്ടായിരുന്നു. രാഷ്ട്രത്തോട് പറയേണ്ടതെന്ത്, രാഷ്ട്രത്തെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയോട് പറയേണ്ടതെന്ത്, ട്രഷറി ബെഞ്ചിനോട് പറയേണ്ടതെന്ത്, ഇതിനൊരു ലിമിറ്റേഷൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വിമർശിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തെ പോലെ ആർക്കുമില്ല. അദ്ദേഹത്തിന് വിമർശിക്കാം, പക്ഷേ വിമർശിക്കുന്നത് എവിടെ ആയിരിക്കണം, എപ്പോഴായിരിക്കണം, എങ്ങനെയായിരിക്കണം, അതിന് ശക്തലാൻ കൗളിൻ്റെ ബുക്സ് മുതൽ നമ്മുടെ ആദ്യത്തെ സ്പീക്കർ ഉൾപ്പെടെയുള്ളവരുടെ മാവ്ലേക്കറുടെ ബുക്ക് ഉൾപ്പെടെയുള്ളവ ഉണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന റൂൾസ് വരെ ഉണ്ട്. ആ റൂൾസിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ പാർലമെൻറ്റ് നടക്കുന്നത്. ഈ പാർലമെൻറ്റ് നടക്കുന്ന ഇത്തരം പ്രവർത്തികൾ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവിന് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം 6 ദിവസമാണ് പാർലമെൻറ്റ് തടസ്സപ്പെടുത്തിയത്. ഒരു 2 ദിവസമല്ല, 6 ദിവസം അദ്ദേഹം തടസ്സപ്പെടുത്തരുത്. അദ്ദേഹം തന്നെ ഇതിന് മുന്നിട്ടിറങ്ങുകയാണ്. ഒരു കേന്ദ്രമന്ത്രിയെ ട്രൈറ്റർ എന്ന് വിളിക്കുക, എന്നിട്ട് അദ്ദേഹത്തിന് ഷേക്കൻ, ഹലോ ബ്രദർ ഗീവ് മീ എ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചതിയനെന്ന് പറയുക. അദ്ദേഹം എന്നിട്ട് സിഖ് സമുദായത്തിനെ വിറ്റുവാണ്, സിഖ് സമുദായത്തിനെ ഉൾപ്പെടെ മുഴുവൻ പേരെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നെ സങ്കടം പറയാനുള്ള അവസരം, BJPക്ക് അത് പറയാനുള്ള അവസരം, ഇങ്ങനെ ഓരോ അവസരം. ഓം ബിർല ഒരുവിധം പിന്നെ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുകയും പ്രതിപക്ഷ നേതാവിനെ വളരെ സൗഹൃദത്തോടു കൂടി കാണുകയും ചെയ്യുന്ന ഒരാളാണ് ഓം ബിർല. അദ്ദേഹം പല പ്രാവശ്യം അദ്ദേഹത്തെ വാണിച്ചിട്ടുണ്ട്. ഒരു തവണ പരമശിവൻ്റെ പടം എടുത്തുകൊണ്ട് വന്നിട്ട് പാർലമെൻറ്റിൽ ഇതുപോലെ ബഹളമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന എന്താ, അതിൻ്റെ എംബ്ലം എന്താണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇത് ശരിയല്ല, അങ്ങത് ഇങ്ങനെ പ്രദർശിപ്പിക്കരുത്, ഇവിടെ പോസ്റ്ററും പ്ലക്കാർഡും ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നൽകും. ഓക്കെ എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ താത്തു വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഇത് പൊക്കും. അങ്ങനെ പല സന്ദർഭങ്ങളിലായി അദ്ദേഹം പാർലമെൻറ്റിനകത്ത് ഒരു ജൂനിയർ മെമ്പർക്ക് കാണിക്കാവുന്നതിൻ്റെയും അപ്പുറമായ പ്രകടനങ്ങൾ കാണിക്കുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിന്ന് ഒരുപാട് താഴ്ന്നു പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പറയാനുണ്ടാവാം, പക്ഷേ അത് പറയേണ്ട രീതിക്ക് പറയണ്ടേ, അത് പറയേണ്ട സമയത്ത് പറയണ്ടേ. പക്ഷേ ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പം അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ പാർലമെൻറ്റിൽ പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ, അതോ ആത്മാർത്ഥമായി തന്നെ കോൺഗ്രസ്സിന് വേണ്ടി ഒരു നേതാവ് പാർലമെൻറ്റിൽ മികച്ച രീതിയിൽ ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്? അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനോട് ആരോ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ നരേന്ദ്രമോദിയുടെ മുമ്പിൽ താങ്കൾ വെറും സീറോ ആയി പോകുന്നു, അദ്ദേഹം ഒരു ജൈജാൻറ്റിക് ഫിഗറായിട്ട് ഇങ്ങനെ വരുന്നു, അദ്ദേഹത്തിന് കൊച്ചാക്കിയില്ലെങ്കിൽ താങ്കൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഇത്ര വലിയൊരു ഹിമാലയ പർവ്വതം പോലെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ താങ്കളൊരു കൊച്ച് ലീഡറായി പോകുന്നോ എന്നൊരു സംശയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ജനിപ്പിച്ചിട്ടുണ്ടാവണം. ആ കോംപ്ലക്സ് ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം
ചില കുട്ടികളുണ്ടല്ലോ, കോംപ്ലക്സ് കൊണ്ട് ചില കടും കൈകൾ കാണിക്കും, കടുത്ത പ്രയോഗങ്ങൾ കാണിക്കും. ഇത് അതേപോലെ അദ്ദേഹം പ്രവർത്തിക്കുന്നതാണോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് എന്നുള്ളത് സത്യം. അദ്ദേഹത്തിൻ്റെ ഉപദേശകരെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മുൻപ് പലപ്പോഴും എൻ്റെ മനസ്സിലും തോന്നിയതാണ്, നമ്മുടെ ചർച്ചയിൽ പലപ്പോഴും പല ചർച്ചകളിലും ഉയർന്നു വന്നിട്ടുള്ള ഒരു വിഷയമാണ്. ഇതാരാണ് രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുന്നത്? ഏത് ഹൈ പവർ കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ ഇത്രത്തോളം രാഷ്ട്രീയ അപക്വമായിട്ടുള്ള രീതിയിലുള്ള ഉപദേശങ്ങൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. ഇതിപ്പം ഒന്നുകിൽ ശരിയായ രീതിയിൽ ഉപദേശം കൊടുക്കുന്നുണ്ടാകണം, ഇദ്ദേഹം അഹങ്കാരം കാരണം അതിനെ മറികടന്നു പോകുന്നു. അതല്ലെങ്കിൽ ഈ ഉപദേശം കൊടുക്കുന്നവർ മണ്ടന്മാർ. ഇതിൽ രണ്ടിലേതാവാനാണ് സാധ്യത എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. പലപ്പോഴും രണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശങ്ങൾ തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ VIP കളെയൊക്കെ കൊണ്ടു നടന്നപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, VIP പലർക്കും നല്ല ഒരു ഗൈഡ് പുറകിലുണ്ടാവും. എപ്പോൾ തെറ്റ് വരുന്നോ അത് അപ്പോൾ തിരുത്തിയിരിക്കും അവർ. ഓക്കെ, അതിന് തിരുത്താനുള്ള പക്വതയുള്ള ഒരാൾ അവരുടെ കൂടെ എപ്പോഴും കാണും. അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഓൺ കോളിൽ ചോദിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരാൾ കാണും. അതിൽ നിന്ന്, കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ, ഇമ്പോസിബിൾ ആണ് അല്ലേ. ലോകത്ത് ഇപ്പോൾ ഒരു സംഭവം നടന്നത് ഉടനെ തന്നെ അഭിപ്രായം പറയണമെങ്കിൽ ചിലപ്പം ചില കാര്യങ്ങൾ അവർ എക്സ്പെർട്ട് ആയിരിക്കില്ല. പക്ഷേ അത് അദ്ദേഹത്തിന് ഒരിക്കലും കഴിയാറില്ല. അദ്ദേഹം ആരോടും ചോദിക്കാറില്ലാത്തതാണോ അതോ അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യുന്നവർ റോങ് ആയിട്ട് അഡ്വൈസ് ചെയ്യുന്നതാണോ എന്നുള്ളത് ഒരു ജുഗുൽസാവകമായ സത്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ ഓരോന്നിലും നിലനിൽക്കുകയാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ മാത്രമല്ല, സുപ്രീം കോടതിയിൽ എത്ര പ്രാവശ്യം കൊട്ടു വാങ്ങിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊച്ചാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവാണ്. ചൗക്കിദാർ ചോർ ഹേ എന്ന് മുതൽ തുടങ്ങി അദ്ദേഹം നടത്തിയ അധിക്ഷേപങ്ങൾ ഓരോന്നായിട്ട് അവസാനം സുപ്രീം കോടതി വരെ വന്ന് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നു. ഇനി ഇത്തരം ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഇലക്ഷൻ എക്യുപ്മെൻറ്റിനെ കുറിച്ചുള്ള പരാതികൾ, ഇലക്ട്രൽ മെഷീനെ കുറിച്ചുള്ള പരാതിയായിരുന്നു. ആ പരാതി കുറേ നാൾ പറഞ്ഞുകൊണ്ട് നടന്നു. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം തറന്നു, മറിച്ചതാണ്, ഇന്ത്യയിൽ ഇനി ജനാധിപത്യം ഇല്ല, ഇത് കള്ള ഗവൺമെൻറ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നാൾ പറഞ്ഞു. അവസാനം സുപ്രീം കോടതി ഇതെല്ലാം പരിശോധിച്ച് ഇലക്ട്രൽ മെഷീനിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം തീർന്നു. അതോടെ അത് തീർന്നു. അപ്പോൾ പിന്നെ SIR-ലായി. പട്ടിക ശരിയല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അതും വ്യക്തമായി. ഇപ്പോൾ അതും അദ്ദേഹത്തിന് പറയാനില്ല. അദ്ദേഹം 3-4 പ്രസൻറ്റേഷനുകൾ ഇതുപോലെ നടത്തിയൊക്കെ വന്നതാണ്. അതിലൊന്നിനും അദ്ദേഹത്തിന് പറയാനില്ല. അപ്പോൾ അദ്ദേഹം ഒന്നുകിൽ സിസ്റ്റത്തിനെ തകർക്കുക, അദ്ദേഹം ഭരണഘടനയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ പുസ്തകം കൊണ്ട് നടക്കുകയും പുസ്തകം ഏത് നേരം എടുത്ത് പൊക്കി പിടിക്കുകയും ചെയ്യുക, എന്നിട്ട് ഭരണഘടനയ്ക്ക് ലംഘനമാകുന്ന വിധത്തിൽ, ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിക്കുന്ന വിധത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാർലമെൻറ്റിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാർലമെൻറ്റാണ് ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനം, അതിനെ അപമാനിക്കുന്ന വിധത്തിലായി. ഇതിനു മുമ്പ് പുറത്തായിരുന്നു. എന്ന് അദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷനായോ അന്ന് മുതൽ അദ്ദേഹം മറ്റെന്തോ ഒരു പവർ ഉള്ളതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അല്ല, പലപ്പോഴും ഈ ഒരു അപഹാസ്യനാകുന്ന തരത്തിലേക്ക് പലപ്പോഴും പോയിട്ടുണ്ട്. പണ്ട് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആശ്ലേഷിക്കാൻ പോയതും അദ്ദേഹമായുള്ള ആ ഒരു സംവാദവും ഒക്കെ നമുക്കറിയാം. അത് തന്നെ തെറ്റാണ്. കാരണം ഒരു കണ്ണിറുക്കി കാണിക്കുന്നു, ഏതെങ്കിലും പറഞ്ഞിട്ട് കണ്ണിറുക്കി കാണിക്കുക, അതുപോലെ തന്നെ സഭയിൽ ഇല്ലാത്തവരെ കുറിച്ച് ആരോപണം ഉന്നയിക്കുക, എന്നിട്ട് അത് വിഷയമാകുമ്പോൾ പിന്നെ അതിൽ നിന്ന് ഊരാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ എപ്പോഴും നിലവാരമില്ലാത്ത പലതും ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ട്രഷറി ബെഞ്ചിലൊന്നും അങ്ങനെ ചാടിക്കയറി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സഭ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഓടിച്ചെന്ന് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് അദ്ദേഹം തന്നെ അന്തം വിട്ട് നോക്കുകയാണ്. അവസാനം ഷെയ്ക്കിൻ ചെയ്യാനാണെന്ന് മനസ്സിലായ പിന്നെ അദ്ദേഹം ഇതെന്തിനാണ് പാവമെന്ന് പറഞ്ഞു, കൊങ്ങയ്ക്ക് കുടിക്കാനാണോ ഷെയ്ക്കിൻ്റെ കൊടുക്കാനാണോ ഒന്നും പിടിയില്ലല്ലോ. അവസാനം പിന്നെ ഷെയ്ക്കിൻ്റെ ചെയ്യാനാണ്, കെട്ടിപ്പിടിക്കാനാണെന്ന് തോന്നുന്നു. കെട്ടിപ്പിടിക്കാനായിട്ട് സ്റ്റാൻഡപ്പ് എന്നാണ് ഉടോന്നാണ് പറയുന്നത്, എണീക്കാനാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത്. അദ്ദേഹം എണീറ്റില്ല, അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ പോകുന്നു, ഷെയ്ക്കിൻ്റെ കൊടുക്കുന്നു, എന്തൊക്കെയോ സീനുകൾ അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പാർലമെൻറ്റിനകത്ത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴും ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാർലമെൻറ്റിൻ്റെ മഹത്വം, പവിത്രത, ഇതൊന്നും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലയോ എന്നൊരു സംശയം ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണുമ്പോൾ. ഓക്കെ, ഇത്രയും വിഷയങ്ങൾ വന്നിട്ട് ഇന്നും അതാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന് 12 മണിക്ക് സംസാരിക്കുന്നു. അതും കഴിഞ്ഞാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് തുടങ്ങിയത്. ആ സ്പീച്ച് വളരെ താമസിച്ചാണ് തുടങ്ങിയത്. അദ്ദേഹം തുടങ്ങിയ സ്പീച്ചിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കോൺട്രാഡിക്ടറിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയെ അപമാനിക്കുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹം പാർലമെൻറ്റിൽ പറയാൻ പാടില്ലാത്ത പലതുമാണ് പറഞ്ഞതെന്നുള്ളതാണ്. അതൊക്കെ നിരന്തരം റൂളിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെൻറ്റൻസ് പറയുമ്പോഴും റൂളിംഗ് കൊടുക്കേണ്ടി വരികയാണ് സ്പീക്കർക്ക്. ഓം ബിർല അദ്ദേഹം സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറി നിന്നു. കാരണം തനിക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിൽ, അവിശ്വാസ പ്രമേയം അല്ല, പുറത്താക്കൽ പ്രമേയമാണ്, ആ പ്രമേയം കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഞാൻ ഇരിക്കുന്നില്ല എന്ന് അദ്ദേഹം മാറിയിരുന്നു.
അപ്പം ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ളവർ ഇദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് റൂളിംഗ് കൊടുക്കേണ്ടി വരികയാണ്. ഇദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലാണ്. കടും കൈ അല്ലാതെ ചെയ്യില്ല. ഒന്നുകിൽ അവിശ്വാസ പ്രമേയം, അല്ലെങ്കിൽ ഇംപീച്ച്മെൻറ്റ്. ഇതിനു മുമ്പ് ധൻഖർ രാജ്യസഭയിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെൻറ്റ് മോഷണമായിട്ട് വന്നു. അന്നൊരബദ്ധം പറ്റി, അദ്ദേഹത്തിൻ്റെ പേരെഴുതിയത് ശരിയല്ലായിരുന്നു, അതുകൊണ്ട് അത് തള്ളിപ്പോയി. ഇത്തവണയും ഈ കൊടുത്തതിൽ ഒരു തെറ്റ് പറ്റിയെന്നാണ് പറയുന്നത്. കാരണം 2025 എഴുതി, ഫെബ്രുവരി 2025 എഴുതിയത്, 26 എന്നുള്ളതിന് 25 എഴുതിയെന്ന് പറഞ്ഞു. അതും തള്ളിക്കളയേണ്ടതാണ് ശരിക്കും. ആ വിധത്തിൽ വന്ന് പിന്നെ ഇപ്പോൾ അത് വീണ്ടും മാറ്റി കൊടുത്തു എന്നാണ് അറിയുന്നത്. ഓക്കെ. അല്ല, ഇതിപ്പോൾ ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ബജറ്റ് ചർച്ചയിൽ ഉയർത്തി കാണിക്കുന്നത്. അതെ, അത് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയുന്നില്ല. രാജ്യം അടിയറ വെച്ചിരിക്കുകയാണ്. ഇനി അമേരിക്കയുടെ തീരുമാനത്തിനനുസരിച്ചാണോ ഇന്ത്യ യു സോൾഡ് ഇന്ത്യ, യു സോൾഡ് ഭാരത് മാതാ, ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഭാരത് മാതാവിനെയും വിറ്റു, ഇന്ത്യയും വിറ്റു, ഇന്ത്യൻ കർഷകനെയും വിറ്റു, ഇന്ത്യയുടെ IT-യെ വിറ്റു. ഇങ്ങനെ അദ്ദേഹം വിൽപ്പന മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് സഹിച്ചുകൊണ്ടിരുന്നു പ്രതിപക്ഷം. അത് കഴിഞ്ഞിട്ടും പിന്നെയും അലിഗേഷനാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ പിന്നെ അദാനിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, അദാനിയെ ഒന്നും ചെയ്യുന്നില്ല. അതിന് കാരണം അദാനിക്ക് US-ലൊരു കേസുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ എഗ്രിമെൻറ്റ് തയ്യാറാക്കിയത്. അപ്പോൾ സ്പീക്കർ ഇടപെട്ടു. അങ്ങനെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസ് പറയാൻ, അത് ബേസ് ഉണ്ടെങ്കിൽ ഓതൻറ്റിക് ആണെങ്കിൽ അത് ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് വേണം പറയാൻ. ഒരു പേന പേപ്പർ എടുക്കും, ഞാൻ ഇപ്പോൾ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് തരാം, കൊച്ചു പിള്ളേർ പറയുന്ന പോലെയാണ്. ഇത് സംസാരിക്കുന്നതിന് മുമ്പ് ദേ എഴുതി കൊടുക്കേണ്ടതാണ്, ഞാൻ ഇന്നൊരു കാര്യം പറയാൻ പോവുകയാണ്. അദാനി ഒരു വലിയ കേസിൽ അവിടെ പ്രതിയാണ്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് US-ഉമായിട്ട് വെച്ചിരിക്കുന്ന കരാർ എന്ന് പറയുന്നത് അദാനിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. അദാനി എന്ന് പറയുന്നത് BJP-യുടെ പണച്ചാക്കാണ്, പണത്തിൻ്റെ സോഴ്സാണ്. ഇതൊക്കെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. ഇതൊക്കെല്ലാം അത് എഴുതി കൊടുത്ത് ഈ അലിഗേഷൻ ഞാൻ ഉന്നയിക്കും എന്ന് പറഞ്ഞ് സ്പീക്കർ എഴുതി കൊടുത്ത് ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് വേണം ഇത് പറയാനായിട്ട്. അതുപോലെ പ്രധാനമന്ത്രിയെ ഉൾപ്പെടുത്തി അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ ഉൾപ്പെടുത്തി പറയുമ്പോൾ, മന്ത്രിമാരെ ഉൾപ്പെടുത്തി പറയുമ്പോൾ ഇതെല്ലാം ഓതൻറ്റിക്കേറ്റ് ചെയ്യണം, അല്ലാതെ പറയാൻ പാടില്ല. ഇത് അദ്ദേഹം ലംഘിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പറയാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അംബാനിയെക്കുറിച്ച് പറയാമോ അദ്ദേഹം ചോദിക്കുകയാണ്. എന്നിട്ട് അംബാനിയെക്കുറിച്ച് പറയുന്നതായിട്ട് അംബാനി ഇതുപോലത്തെ സോഴ്സിലുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉടനെ പിന്നെ സഭയിലില്ലാത്തവരെ കുറിച്ച് പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ സ്പീക്കർ എന്തൊക്കെയോ റൂളിംഗ് കൊടുക്കുന്നുണ്ട്. ഈ വിധത്തിൽ അദ്ദേഹം സഭയുടെ രീതികളെ മാറ്റിമറിക്കുകയാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ബഡ്ജറ്റ് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇന്ത്യ US ട്രേഡ് കരാറിനെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നു. അതെ, അദ്ദേഹം LKG പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന പോലെ പാർലമെൻറ്റിൽ വന്നിട്ട് ക്ലാസ് എടുക്കുകയാണ്. 3 കാര്യങ്ങളാണ്. ഒന്ന്, IT, നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡാറ്റയാണ്. ഡാറ്റ നിങ്ങൾ അമേരിക്കയ്ക്ക് വിറ്റു, ആ വിറ്റതിലാണ് അവർ ഈ ട്രേഡ് എഗ്രിമെൻറ്റിന് വന്നത്. രണ്ടാമത്, നിങ്ങൾ ഇവിടുത്തെ കർഷകരെ കർഷകരെ വിറ്റുകൊണ്ടാണ് അവർ എഗ്രിമെൻറ്റിന് വന്നത്. മൂന്നാമത്തേത്, പിന്നെ രാജ്യസുരക്ഷയെ എനർജിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. അത് ഏത് രാജ്യമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. എന്നിട്ട് ആവശ്യമില്ലാത്തതിനൊന്നും അദ്ദേഹം രാജ്യം പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അദ്ദേഹം ഒരു രാജ്യത്ത് നിന്ന് നമുക്ക് ലാഭത്തിന് പെട്രോൾ കിട്ടുമായിരുന്നു, അത് നിങ്ങൾ വാങ്ങിക്കാതെ വേറെ രാജ്യത്ത് നിന്ന് വാങ്ങിക്കുന്നു. അവിടെ വേണമെങ്കിൽ പറയാം, റഷ്യയിൽ നിന്ന് വാങ്ങിക്കാതെ നിങ്ങൾ വെനിസ്വേലയിൽ നിന്ന് വാങ്ങിക്കുന്നു എന്ന് പറയാം. അത് അദ്ദേഹം പേര് പറയില്ല. ആവശ്യമില്ലാത്തടത്ത് അദ്ദേഹം പേരും പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈ കുട്ടികളെ ക്ലാസ് എടുക്കുന്ന പോലെ അദ്ദേഹം പിന്നെ പാർലമെൻറ്റിൽ നിന്ന് സംസാരിക്കുകയാണ്. ഈ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത്താണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ചില മണ്ടന്മാർ വിചാരിച്ചിരുന്ന സ്ട്രെങ്ത് അല്ല എന്ന്. അപ്പോൾ അത് അദ്ദേഹം കുറ്റം പറഞ്ഞ ആരെയാണ്? ഇന്ദിരാഗാന്ധിയെയും തൻ്റെ അമ്മുമ്മയും അതെൻ്റെ വല്യച്ഛനെയാണ്. ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധിയോട് പറഞ്ഞു, നമ്മുടെ പോപ്പുലേഷൻ വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് മാസീവായിട്ട് നമുക്ക് വന്ധ്യംകരിക്കണം. അപ്പോൾ സഞ്ജയ് ഗാന്ധി ഉടനെ അതിനുള്ള ഏർപ്പാട് ചെയ്തു. അദ്ദേഹം 1 കോടി പേരെ വന്ധ്യംകരിക്കാൻ പറഞ്ഞ് ഓർഡർ ഇറക്കി. അപ്പം പിന്നെ 90 വയസ്സായ കളവനെ വരെ പിടിച്ചുകൊണ്ട് പോയി വന്ധ്യംകരിച്ച കഥകൾ വന്ന് പിന്നീട് ഒരു അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്ത് പറയുന്നു അത് ബാക്ക് ഫെയർ ചെയ്യും. ആ വിധത്തിലാണ് അദ്ദേഹം പലപ്പോഴും കാര്യങ്ങൾ പറയാറ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നരവനയുടെ പുസ്തകം നിയമ നടപടിയിലേക്ക് കിടക്കുകയാണെന്ന് തോന്നുന്നു. അതെ, പോലീസ് കേസുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പ്രത്യേകമായിട്ട് ഇതിനൊരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ഇന്നലെ ഇന്നിപ്പോൾ FIR ആയി. ആ FIR-ൽ അവർ പിന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പബ്ലിഷ് ചെയ്യാത്ത ബുക്ക് എങ്ങനെ പുറത്ത് കൊണ്ടുവന്നു, ആര് കൊടുത്തു. ഈ പബ്ലിഷിംഗ് റൈറ്റ് ഇല്ലാത്ത പുസ്തകം ഇന്ത്യ ഗവൺമെൻറ് പിന്നെ രാജ്യരക്ഷാ വകുപ്പ് ക്ലിയറൻസ് കൊടുക്കാത്ത പുസ്തകം എങ്ങനെ പബ്ലിഷ് ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ. അപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പുസ്തകം ആരാണ് പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനിൽ പോയി ഇനി അതിൻ്റെ മറുപടി പറയേണ്ടി വരും, ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാകേണ്ടി വരും. ചിലപ്പോൾ പ്രോസിക്യൂഷന്
നടപടികൾക്ക് അദ്ദേഹം വിധേയമാകേണ്ടി വരും. കാരണം അദ്ദേഹം എടുത്ത പുസ്തകം എന്ന് പറയുന്നത് അത് ഒരു കൃത്രിമമായിട്ടുണ്ടാക്കിയ പുസ്തകമാണോ എന്ന് സംശയിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ചില ടി വി ചാനലുകൾ സൂം ചെയ്തപ്പോൾ ഇതിൻ്റെ പുറം ചട്ടയും ഈ കിട്ടിയ സോഴ്സിൻ്റെ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വെറും പേജുകൾ മാത്രമായിരുന്നു ഈ പുസ്തകം കാണിച്ചിരിക്കുന്നതിൽ നിന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പം സ്ക്രൂട്ടിനി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇത് എവിടുന്ന് കിട്ടി, ആര് കൊടുത്തു? പബ്ലിഷർ പറയുന്നു ഞാൻ 2 കോപ്പിയും, പെൻഗ്വിൻ പറയുകയാണ്, പെൻഗ്വിൻ ബുക്ക് ഹൗസ് പറയുകയാണ് ഞങ്ങൾ പിന്നെ ഓഫ്ലൈൻ കോപ്പിയും ഓൺലൈൻ കോപ്പിയും ഒന്നും തന്നെ ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നു അമേരിക്കയിൽ യൂറോപ്പിൽ നിന്ന് എനിക്കിത് കിട്ടി. അപ്പോൾ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യാത്ത പുസ്തകം യൂറോപ്പിൽ പബ്ലിഷ് ചെയ്തു. ഇതൊക്കെ ഇനി അന്വേഷണത്തിൻ്റെ ഭാഗമാകേണ്ടതാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പെൻഗ്വിൻ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെൻഗ്വിൻ പ്രശ്നത്തിലാവും, നരവണെ പോലും ചിലപ്പോൾ പ്രശ്നത്തിലാവും. കാരണം അദ്ദേഹം ആർമി ചീഫ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്ന് നമ്മുടെ പ്രതിരോധ വകുപ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിലാക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ചാടി വീണ് പറഞ്ഞു ഞാനിത് പബ്ലിഷ് ചെയ്തിട്ടില്ല, ഞാനിത് പുറത്തിറക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കേസ് വരാൻ പോകണം. ആ കേസിൽ ITA ആക്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്രിമിനൽ നടപടികളാണ് വരാൻ പോകുന്നത്. ക്രിമിനൽ പ്രോസിക്യൂഷന് ചിലപ്പം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കൂടെ വിധേയനാകേണ്ട വിധത്തിലേക്കാണ് ഇത് പോകുന്നത്. വളരെ സീരിയസ് ആയിട്ടാണ് ആ പ്രശ്നം പോകുന്നത്. അത് അദ്ദേഹം വളരെ കളിയായിട്ട് തുടങ്ങി. ഓരോ തവണയും അദ്ദേഹം പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാജ്യരക്ഷാ പ്രശ്നങ്ങളെയും വളരെ ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്തതിൻ്റെ ഫലമായി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും അതിൻ്റെ ഓതൻറ്റിസിറ്റി അദ്ദേഹം ഉറപ്പാക്കിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് പോലും ഇത് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. ഈ പുസ്തകത്തിൻ്റെ അവിടെയാണ് തർക്കം തുടങ്ങിയത്. ഈ പുസ്തകം ഏത് പുസ്തകവും ആർക്കും വായിക്കാം, പക്ഷേ അത് മുമ്പായിട്ട് അത് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. ഞാൻ ഇത് വളരെ ആധികാരികമായിട്ട് പറയുന്നതാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് വേണം ഈ പുസ്തകം റീഡ് ചെയ്ത് പറയാൻ. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പം നരവണയുടെ ഭാഗത്തുനിന്നും കുഴപ്പമുണ്ടായിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ നരവണ ഇതിൻ്റെ ഭാഗമായിട്ട്, ജനറൽ നരവണ അദ്ദേഹവും ഇതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യപ്പെടാം ഉള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിപ്പോൾ കണ്ടു ചിരിക്കുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് വലിയ സന്തോഷമായി. കാരണം ഗാൽവാനിലെ പേടിച്ചാണ്. അതെ, അല്ല, പറയുമ്പോൾ അന്ന് ഗാൽവാനിൽ 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടപ്പോൾ 50-ലേറെ ചൈനീസ് പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. പിന്നെ അത് വളരെ ധീരമായിട്ട് ഇന്ത്യയുടെ നമ്മൾ ഈ അവിടുത്തെ കരാർ എന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ ആയുധം ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ഇവർ ഈ ഗദയിൽ മുള്ളു ചുറ്റി അടിക്കാൻ വന്നപ്പോഴാണ് പ്രശ്നമായത്. അപ്പോൾ ഇവിടുന്ന് ഓർഡർ കിട്ടാൻ വൈകിയതിൻ്റെ ഇടയ്ക്ക് 2-3 പേരെ അടിച്ചവർ ശരിയായി കളഞ്ഞു. അപ്പോൾ പിന്നീട് തിരിച്ചടിച്ചോളാൻ പറഞ്ഞതും അങ്ങോട്ടും അടി തുടങ്ങി. ആ അടി തുടങ്ങിയപ്പം പലരെയും ഈ ചൈനക്കാർ പൊക്കം കുറവാണല്ലോ, നമ്മുടെ ആളുകൾക്ക് ഡബിൾ ഹൈറ്റാണ് അവരെക്കാൾ. നമ്മൾ ഇപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ മാർച്ചിലൊക്കെ കണ്ടാൽ അറിയാം, ആ ഇൻഫൻട്രിയിൽ വരുന്നവരുടെയൊക്കെ പൊക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊക്കമാണ്. അപ്പോൾ അവർ പിടിച്ച് തള്ളിയിട്ട് കൊടുത്തു. 10-40 എണ്ണം നദിയിൽ തന്നെ ഒഴിച്ചു. അവരുടെ ഡെഡ് ബോഡി പോലും അവിടെ കൊണ്ട് ക്രിമേറ്റ് ചെയ്തില്ല. നമ്മൾ ചൈനയിൽ വലിയ വിഷയമായിരുന്നു. ഇന്ത്യയിൽ മരിച്ച പട്ടാളക്കാരെ വളരെ ഭംഗിയായി ആദരവോടുകൂടി അവരുടെ ഗ്രാമത്തിൽ കൊണ്ടുപോയി എല്ലാ ബഹുമതികളും കൊടുത്ത് അടക്കുമ്പോൾ, ശവം അടക്കുമ്പോൾ, പിന്നെ ചൈനയിൽ മരിച്ചവർക്ക് എവിടെയാണ് വീണ് മരിച്ചതെന്നോ എവിടെയാണ് ഡെഡ് ബോഡിയെന്നോ പോലും അറിയിക്കാൻ അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കാനായിട്ട് ചൈനക്കാർക്ക് കഴിഞ്ഞില്ല, ചൈനീസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല, പട്ടാളത്തിന് കഴിഞ്ഞില്ല എന്ന് പരാതി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ LOP തന്നെ പറയുന്നു, ലീഡർ ഓഫ് ഓപ്പോസിഷൻ തന്നെ പറയുകയാണ് അവിടെ ചൈനയെ പേടിച്ച് നമ്മൾ ഓടുകയായിരുന്നു ഉണ്ടായതെന്ന്. ഇതിനകത്ത് അദ്ദേഹം പറയുന്നതിൽ യാതൊരു ഈ നരവണെ പറയുന്ന പോയിന്റിൽ പോലും കഴമ്പില്ല എന്നാണ് പലരും പറയുന്നത്. കാരണം നരവണെ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം വൈകിട്ട് ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രിയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ചൈനീസ് 4-5 ടാങ്കുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പം അദ്ദേഹം പറഞ്ഞു ഇത് പ്രധാനമന്ത്രിയായിട്ടും കൂടെ സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് താങ്കൾക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യാം, യു ഡു വാട്ട് യു ലൈക്ക് എന്നാണ് പറഞ്ഞത്. അതാണ് ഒരു രാജ്യരക്ഷാ മന്ത്രിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു സന്ദേശം. കാരണം നിങ്ങൾ ഇന്നത് ചെയ്യരുതെന്നും ഇന്നത് ചെയ്യണമെന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലല്ലോ. അവിടെ യുക്തിപൂർവ്വം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ കർമ്മമായിരുന്നു. ആ കർമ്മത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയതിനെ അദ്ദേഹം ജസ്റ്റിഫൈ ചെയ്തതാണ് ഈ പുസ്തകത്തിൽ നിന്നൊരു ആക്ഷേപമുണ്ട്. കാരണം വേറെ ഏതൊരു ചീഫാണെങ്കിലും അവരതൊരു വലിയ സ്വാതന്ത്ര്യമായിട്ട് എടുക്കും. നിങ്ങൾ തോന്നുന്നത് ചെയ്തോ, പക്ഷേ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ ശരി. അങ്ങനെ ഒരിക്കലും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടില്ല, പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. യു ഡു വാട്ട് എവർ യു ലൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, ഞങ്ങൾ പുറകിലുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. പുറകിൽ വേറൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ശരി, നിങ്ങൾ തോന്നുന്ന പോലെ ചെയ്തോ, പക്ഷേ കുഴപ്പം വന്നാൽ നിങ്ങളുടെ തലയിൽ ഇരിക്കും എന്ന് പറഞ്ഞെങ്കിൽ ശരി. ഇന്ദിരാഗാന്ധി പണ്ട് ചെയ്തതാണ്. ഇന്ദിരാഗാന്ധി മനേക്ഷ പറഞ്ഞു POKയും കടന്ന് നമ്മൾ
പിന്നെ 71 അറ്റാക്ക് ചെയ്ത് പാകിസ്ഥാൻ ഏതാണ്ട് പിടിച്ചടക്കി ലാഹോറിനടുത്തെത്താറായി. അപ്പോഴേ ലാഹോറിലും എത്തി. അപ്പോൾ ഇസ്ലാമാബാദിലേക്ക് കടക്കുമെന്നുള്ള പേടിയായപ്പോഴാണ് പിന്നെ ഇന്ദിരാഗാന്ധി പറഞ്ഞത് നമുക്ക് തിരിച്ചു പോരാം, അത്രയും നമുക്ക് വേണ്ട. അപ്പോഴും മനേക്ഷ പറഞ്ഞു എന്നാ പറയുന്നത്, ഈ POK എങ്കിലും നമ്മുടെ കയ്യിൽ വെച്ചൂടെ? വേണ്ട ഒന്നും വേണ്ട, തിരിച്ച് പോരാൻ പറഞ്ഞു. അങ്ങനെ ഒരു കമൻ്റ് അല്ല നമ്മുടെ പ്രധാനമന്ത്രി കൊടുത്തത്, അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി കൊടുത്തത്. നിങ്ങൾ പിൻവാങ്ങാൻ പറഞ്ഞില്ല, നിങ്ങൾ കയറിയടിക്കാനും പറഞ്ഞില്ല. അത് ആ സ്പോട്ടിൽ അവിടുത്തെ സിറ്റുവേഷൻ അറിയാവുന്ന ആർമി ചീഫിനോ അല്ലെങ്കിൽ ആർമിയുടെ അപ്പോഴത്തെ അവിടെ ഇരിക്കുന്ന കമാൻഡേഴ്സിനോ അറിയാൻ പറ്റുള്ളൂ. അവരതനുസരിച്ച് പ്രവർത്തിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അതിലെന്ത് തെറ്റിരിക്കുന്നു? അതിന് വേണ്ടിയിട്ടാണ് ഈ 6 ദിവസത്തെ പാർലമെൻറ്റ് പിന്നെ നിർത്തി സംസാരം വന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് അദ്ദേഹം നടത്തിയ ചർച്ചയിൽ മുഴുവൻ അദ്ദേഹം ഇതാ പറയുന്നത്, അമേരിക്കയ്ക്ക് വേണ്ടി നമ്മൾ കീഴടങ്ങി. ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം, അതൊരു രസമാണ് കേട്ടോ. അദ്ദേഹം ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാനാണെങ്കിൽ US പ്രസിഡൻ്റ് അടുത്ത് പറയും, നിങ്ങളുടെ കറൻസിയാണ് ഭയങ്കര പ്രധാനം, നിങ്ങളുടെ കറൻസി ടോപ്പായിട്ട് നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഞങ്ങളുടെ ഡാറ്റ വേണം. ഞങ്ങളുടെ ഡാറ്റ തരാം. പിന്നെ ഞങ്ങളുടെ കർഷകർ ഇവിടെ അധ്വാനിച്ച് പണിയെടുക്കുന്നവർ, അവരാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ, അവരാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക്. നിങ്ങളുടെ വോട്ട് ബാങ്കും അത് തന്നെയാണ്, അവിടുത്തെ കർഷകരാണ്, സമ്മതിക്കുന്നത്. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ട്രംപ് ആണെങ്കിൽ പിന്നെ എന്ത് എളുപ്പമാണ്? നിങ്ങളുടെ കറൻസി ഉയർത്താനായിട്ട് ഞാൻ സഹായിക്കാം, അതിന് ഇവിടുത്തെ ഡാറ്റയാണ് പ്രധാനമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിധത്തിൽ അദ്ദേഹം പാർലമെൻറ്റിൽ നിന്ന് സംസാരിക്കുകയാണ്. പാർലമെൻറ്റിൽ എല്ലാവരെയും എന്നിട്ട് എല്ലാവരും ഉണ്ടായിരിക്കുകയാണ്. പിന്നെ ഈ ആരോപണങ്ങൾ നിരന്തരം വന്നപ്പോഴാണ് അവിടെ വീണ്ടും സംസാരം വന്നത്. ഈ വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ പോക്ക്. എന്നിട്ട് ഭാരതാംബയെ വിറ്റു, ഇന്ത്യൻ കർഷകനെ വിറ്റു, ഇന്ത്യയിലെ ഡാറ്റ വിറ്റു, ഇന്ത്യയിലെ ജനങ്ങളെ വിറ്റു എന്ന് പറഞ്ഞ് അദ്ദേഹം പിൻ പോയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, എന്തായാലും രാഹുൽ ഗാന്ധി വളരെ ശക്തമായ പോരാട്ടം നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നടത്തുന്നത് പോരാട്ടമാണോ അതോ സ്വയം അപഹാസ്യനാവുകയാണോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് മറുവശവും ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടുന്ന തരത്തിലേക്ക് പോലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പോയി എന്നുള്ളൊരു ചരിത്രം രാഹുൽ ഗാന്ധിക്കുണ്ട് എന്ന് മറന്നു പോകരുത്. അതിനിടയിലാണ് വീണ്ടും ലോക മാധ്യമങ്ങൾക്ക് മുന്നിൽ, അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യയെ ഇകഴ്ത്തിക്കാട്ടുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളും പ്രസ്താവനകളും പോകുന്നത് എന്നതും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയാണ് ആശങ്കയോടെ തന്നെ. രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുന്നവർക്ക് വീണ്ടും തെറ്റുപറ്റുകയാണോ? അതോ നല്ല ഉപദേശകരുടെ നല്ല ഉപദേശങ്ങൾ അഹങ്കാരം കൊണ്ട് അവഗണിച്ച് സ്വന്തം ചിന്തയ്ക്കനുസരിച്ച് മുന്നോട്ട് പോവുകയാണോ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്? ഒരു വശത്ത് ശക്തമായി മുന്നേറുന്ന BJPയും മറുവശത്ത് കാലിടറുന്ന കോൺഗ്രസിനെയുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് പോകുന്ന രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൻ പ്രഭാവത്തിന് മുന്നിൽ പ്രജ്ഞ നഷ്ടപ്പെട്ടുവോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല. എന്തായാലും ഈ ചർച്ച ഇനിയും തുടരും. രാഹുൽ ഗാന്ധി തൻ്റെ കഴിവ് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.